നമസ്കാരം. CPM എന്ന രാഷ്ട്രീയ പാർട്ടി പിറന്നതിന് ശേഷം നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി. ഇന്നേ വരെ പാർട്ടിക്ക് ഇത്രയും നാണം കെട്ട തോൽവി ഉണ്ടായിട്ടില്ല. 13 മന്ത്രിമാർ തോറ്റമ്പി. മുഖ്യമന്ത്രി തോൽക്കുമോ എന്ന് ഭയന്നു. പാർട്ടി കോട്ടകൾ ഒന്നായി ഇളകി വീണു. CPM അണികൾ ഈ തോൽവിയിൽ കൈയടിച്ച് ആഹ്ലാദിച്ചു. അവർ ചോദിച്ചു വാങ്ങിയതായിരുന്നു ഈ തോൽവി. എന്നാൽ CPM നേതൃത്വം അടിമുടി വിറച്ചുപോയി. പാർട്ടി ഇങ്ങനെയൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് വരുമെന്ന് അവരാരും കണക്കാക്കിയില്ല. ഈ ഭീകരമായ തോൽവിയുടെ ഏക ഉത്തരവാദി 3 പതിറ്റാണ്ടായി പാർട്ടിയെ കൈവെള്ളയിൽ വെച്ച് അമ്മാനമാടുന്ന പിണറായി വിജയൻ മാത്രമാണെന്ന് പാർട്ടി അണികൾ തിരിച്ചറിഞ്ഞു. നേതാക്കൾക്ക് അറിയാമെങ്കിലും അത് പറയാൻ ധൈര്യമില്ല. അതുകൊണ്ടാണ് ഈ തിന്മയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട എന്ന് വിചാരിച്ച് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി MA ബേബി പാർട്ടി തിരുത്താൻ തയ്യാറാണ്. താഴത്തെ തട്ടുമുതൽ ചർച്ചകളുണ്ടാവും. നിർഭയം ഏത് പാർട്ടി പ്രവർത്തകർക്കും ഏത് തട്ടിലുള്ളവർക്കും അവരുടെ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞത് ഇതൊരു പൊളിച്ചെഴുത്തായിരുന്നു. CPMന്റെ ജനാധിപത്യം ഒരു പ്രത്യേക തരത്തിലുള്ള ഒന്നാണ്. ജനാധിപത്യമാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ ജനാധിപത്യമില്ല. സംസ്ഥാന കമ്മിറ്റി ഒരു പാനലുമായി എത്തി ജില്ലാ കമ്മിറ്റിക്ക് രൂപം കൊടുക്കും. ജില്ലാ കമ്മിറ്റി ഒരു പാനലുമായി എത്തി ഏരിയ കമ്മിറ്റിക്ക് രൂപം കൊടുക്കും. ഏരിയ കമ്മിറ്റി ഒരു പാനലുമായി എത്തി ലോക്കൽ കമ്മിറ്റിക്കും, ലോക്കൽ കമ്മിറ്റി ഒരു പാനലുമായി എത്തി ബ്രാഞ്ച് കമ്മിറ്റിക്കും രൂപം കൊടുക്കും. അവർക്കറിയാം നേതൃത്വത്തെ അംഗീകരിക്കുന്നവർ ആരാണെന്ന്. ഏറ്റവും താഴത്തെ ഘടകമായ ബ്രാഞ്ച് കമ്മിറ്റിയിൽ മാത്രമാണ് അല്പമെങ്കിലും തുറന്നു പറച്ചിലുള്ളത്. പ്രത്യേകിച്ച് ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന സാധാരണക്കാർ ചിലപ്പോഴെങ്കിലും അവരുടെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറയും. എന്നാൽ മുകൾ തട്ടിലേക്ക് ഒരു തുറന്നു പറച്ചിലുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ റിവിഷനിസ്റ്റുകൾ എന്ന മുദ്രകുത്തി അവരെ ഒറ്റപ്പെടുത്തി പുറത്താക്കും, ആക്രമിക്കും. പാർട്ടിയുടെ അനുയായികൾ തന്നെ അവരെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യും. ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല MA ബേബി അങ്ങനെ ഒരു വെടിപൊട്ടിക്കൽ നടത്തിയത്. MA ബേബിയുടെ പ്രഖ്യാപനം പാർട്ടി അണികളെ ഇളക്കി മറിച്ചിരിക്കുന്നു. പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം വൈകാരികമായ രംഗത്ത് വന്നിരിക്കുന്നു. ജില്ലാ കമ്മിറ്റി മുതൽ താഴേക്കാണ് ഇപ്പോൾ ചർച്ച പോകുന്നത്. സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും പോളിറ്റ് ബ്യൂറോയും ഒക്കെ നിലവിലുള്ള ചീഞ്ഞളിഞ്ഞ വ്യവസ്ഥിതിയുടെ ഭാഗമായതുകൊണ്ട് ഒന്നും സംഭവിക്കുമെന്ന് നന്നാവാൻ ആഗ്രഹിക്കുന്നവർ പോലും പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ നോക്കൂ, ആദ്യം ചേർന്നത് പോളിറ്റ് ബ്യൂറോയാണ്. ആരായിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്ന് പോളിറ്റ് ബ്യൂറോ നിർദ്ദേശിച്ചില്ല. പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റിനോട് നിർദ്ദേശിക്കാൻ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരൊറ്റ പേര് മാത്രമാണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് സമർപ്പിച്ചത്, പിണറായി വിജയൻ്റെ. പോളിറ്റ് ബ്യൂറോയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അടിയന്തരമായി MA ബേബി ഒരു രഹസ്യ ബാലറ്റ് നടത്തി. അപ്പോഴും ഞെട്ടിപ്പോയി. 17 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ 10 പേരും പിണറായി വിജയൻ്റെ പേര് പറഞ്ഞു. അതിൽ 4 പേർ കേരളത്തിൽ നിന്നുള്ളവരും പിണറായിയുടെ ആനുകൂല്യം മാത്രം കൈപ്പറ്റി ജീവിക്കുന്നവരുമാണ് എന്നോർക്കണം. പിന്നെ 6 പേരെ കൂടി പിടിക്കാൻ പ്രയാസമില്ലല്ലോ. അങ്ങനെയാണ് പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയിലും തിരിച്ചെത്തുന്നതും. ഇതാണ് പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചത് എന്ന് പറഞ്ഞ് നടപ്പിലാക്കുന്നതും. പക്ഷെ അത് CPMന് വലിയ തിരിച്ചടിയാവുന്നു. താഴത്തെ തട്ടിലേക്കുള്ള ചർച്ചകൾ ആരംഭിച്ചപ്പോൾ പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ രംഗത്ത് വരുന്നു. ജില്ലാ നേതൃത്വത്തിലെ ചർച്ച പോലും CPMന്റെ അടിവേരിളക്കുന്നതാണ്. ഓർക്കണം, സംസ്ഥാന ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ജില്ലാ നേതൃത്വം ചർച്ച ചെയ്യുന്നത്. ഇതിവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പത്തനംതിട്ടയിലും കൊല്ലത്തും കോഴിക്കോടും കണ്ണൂരും ജില്ലാ കമ്മിറ്റി ചേർന്ന് പരാജയം വിലയിരുത്തിയതിൻ്റെ റിപ്പോർട്ടുകളാണ്. ആ ജില്ലാ കമ്മിറ്റികളിലൊക്കെ പ്രതിപക്ഷ നേതാവ് പിണറായിക്കെതിരെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും ആഞ്ഞടിക്കുകയാണ് സഖാക്കൾ. ഒരു കാരണവശാലും ആ പദവിയിൽ തുടരരുത്. പാർട്ടി ശരിയാവണമെങ്കിൽ, നന്നാവണമെങ്കിൽ 2 പേരെയും മാറ്റണമെന്നാണ് പൊതുവെയുള്ള വികാരം. സംസ്ഥാന സെക്രട്ടറിയെയും പ്രതിപക്ഷ നേതാവിനെയും തിരഞ്ഞെടുക്കുന്നത് ജില്ലാ നേതൃത്വമല്ല. പക്ഷെ ജില്ലാ നേതൃത്വത്തിന്റെ വികാരം അണികളുടെ വികാരമാണ്. ജില്ലാ നേതൃത്വം ഇങ്ങനെ ആയാൽ താഴേക്ക് പോകുമ്പോൾ എന്തായിരിക്കും എന്ന പേടി സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. MA ബേബി തിരുത്തേണ്ടി വരും. താഴത്തെ തട്ടിലേക്ക് ഈ വിപ്ലവം പടർന്നാൽ CPM നേതൃത്വത്തിന് ഒഴിയേണ്ടി വരും. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയണം. തൽക്കാലത്തേക്ക് മറ്റൊരു സെക്രട്ടറിയെ തെരഞ്ഞെടുക്കണം. നവ നേതൃത്വമായിരിക്കണം വരേണ്ടത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനവും ഒഴിയണം. പകരം നാട്ടുനടപ്പനുസരിച്ച് അടുത്തയാളെ തെരഞ്ഞെടുക്കണം എന്നാണ് ഇതുവരെ നടന്ന 4 ജില്ലാ കമ്മിറ്റികളിലും അതിശക്തമായ മുറവിളി ഉയർന്നത്. അതിരൂക്ഷമായിരുന്നു വിമർശനം. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഒരു ജില്ലാ കമ്മിറ്റി അംഗം വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഓരോ തവണ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോഴും 100 വോട്ടെങ്കിലും പാർട്ടിക്കെതിരാകുന്നുവെന്നാണ്. സമാനമായ വിമർശനം കണ്ണൂരിലുണ്ടായി. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലല്ല ഗോവിന്ദൻ സംസാരിക്കുന്നത്.
ആർക്കോ വേണ്ടി എന്തൊക്കെയോ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നു. പാർട്ടി ഗോവിന്ദനിലൂടെ പരിഹാസ്യ കഥാപാത്രമാകുന്നു എന്നാണ്. കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷമായ വിമർശനമുണ്ടായി. കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ പല പ്രതിനിധികളും പിണറായിയെയും ഗോവിന്ദനെയും പേരെടുത്ത് പറഞ്ഞു. 4 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ഒരാൾക്ക് തൻ്റെ മരുമകനെ നേതാവാക്കി വളർത്തിയെടുക്കണം, മറ്റ് 2 പേർക്ക് അവരുടെ ഭാര്യമാരെ സംരക്ഷിക്കണം. പിന്നെ എങ്ങനെ പാർട്ടി നാണം കെട്ട അവസ്ഥയിൽ എത്താതിരിക്കും എന്നാണ് എം വി ഗോവിന്ദനെയും എ വിജയരാഘവനെയും പിണറായി വിജയനെയും ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ജില്ലാ കമ്മിറ്റി അംഗം ചോദിച്ചത്. സമാനമായ വിമർശനം പത്തനംതിട്ടയിലുമുണ്ടായി. പത്തനംതിട്ടയിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് ആറന്മുളയിൽ തോറ്റുപോയ മുൻ മന്ത്രി വീണ ജോർജ് ആണ്. വീണ ജോർജിനെ ഇരുത്തിക്കൊണ്ടായിരുന്നു ചർച്ച. വീണ ജോർജിന്റെ അഹങ്കാരവും ധാർഷ്ട്യവും, ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ ചെന്ന് ചാടുന്ന രീതിയും, പാർട്ടിയെ ബഹുമാനിക്കാത്ത രീതിയും, പ്രവർത്തകർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത അഹങ്കാരവും ഒക്കെയാണ് തോൽവിക്ക് കാരണമായത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അനാവശ്യ വിവാദം വീണ ജോർജിന് മാത്രമല്ല സംസ്ഥാനത്ത് മുഴുവൻ പാർട്ടിക്ക് ദോഷമായി. ഇത്തരത്തിൽ കത്തിക്കയറിയപ്പോൾ വീണ ജോർജ് എണീറ്റ് നിന്ന് പറഞ്ഞു താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി നേതൃത്വം നിർബന്ധിച്ചു മത്സരിപ്പിച്ചതാണ്. ഇങ്ങനെ പോയി വിമർശനങ്ങൾ. അയ്യപ്പ സംഗമം CPM-ന്റെ പരിപാടിയാവാൻ പാടില്ലായിരുന്നു, അത് നടത്തിയത് തിരിച്ചടിയായി. വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതിൽ കുഴപ്പമില്ല, വെള്ളാപ്പള്ളി പറഞ്ഞ വൃത്തികേടുകളെ തള്ളിപ്പറയണമായിരുന്നു, എൻഡോസ് ചെയ്യരുതായിരുന്നു. പാർട്ടി നേതൃത്വം വിമർശനത്തിന് ചെവി കൊടുക്കുന്നില്ല. ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് തിരിച്ചറിയാൻ പോലും ആർക്കും കഴിയുന്നില്ല. 2021 മുതൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും മുൻ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോഴെങ്കിലും തിരിച്ചറിയണമായിരുന്നു എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന്. തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമല്ല, തിരുത്താൻ തയ്യാറായില്ല. അഹങ്കാരവും ധാർഷ്ട്യവും തുടർന്നു. നേതൃത്വത്തെ മാറ്റിപ്പോലും പരീക്ഷിക്കേണ്ടതായിരുന്നു, ചെയ്തില്ല. മുഖ്യമന്ത്രി നാടുനീളം നടന്ന് ജനത്തെ വെല്ലുവിളിച്ചു. പരനാറി, നികൃഷ്ടജീവി, ചെറ്റ, ഡാഷ്മോൻ, കടക്കൂപ്പുറത്ത്, വീട്ടിൽ പോയി ചോദിക്കേ തുടങ്ങിയ പ്രയോഗങ്ങൾ നടത്തി ജനങ്ങളെ പേടിപ്പിക്കുകയും പാർട്ടിക്കാരെ പോലും ഭയപ്പെടുത്തി അകറ്റി. ഇതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞു തിരുത്താൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, എല്ലാ വൃത്തികേടുകളെയും ന്യായീകരിക്കുകയും ചെയ്തു. ടേം വ്യവസ്ഥയുടെ പേര് പറഞ്ഞ് G. സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് അത് ബാധകമല്ലെന്ന് പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ച സുധാകരനെ സൈബർ ആക്രമണം നടത്തി, പരസ്യമായി ആക്ഷേപിച്ചു. സുധാകരനെ കണ്ട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചില്ല. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് അടിച്ചുമാറ്റി എന്ന ഗുരുതരമായ ആരോപണം നിസ്വാർത്ഥനായ ഒരു പാർട്ടി നേതാവ് പറയുമ്പോൾ അത് ചെവിക്കൊള്ളാതെ അയാളെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഇത്തരം വൃത്തികേടുകൾക്കൊക്കെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നത് പാർട്ടി നേതാക്കളെ വിലക്കെടുത്താണ്. വിജയരാഘവന്റെ ഭാര്യയെ ജയിപ്പിച്ച് മന്ത്രിയാക്കിയതോടെ അടുത്ത തവണ തൻ്റെ ഭാര്യയെ മന്ത്രിയാകുമെന്ന് കരുതി ഭാര്യയെ പേടിയുള്ള ഗോവിന്ദൻ പാർട്ടിയെ തള്ളിപ്പറഞ്ഞു, പാർട്ടിയെ വഞ്ചിച്ചു. അധികാരത്തോട് ലെവലേശം താല്പര്യമില്ലാത്ത ഗോവിന്ദൻ എതിർപ്പുമായി രംഗത്ത് വന്നപ്പോൾ അപമാനിച്ചു, അവഗണിച്ചു. ഇപ്പോൾ എന്തായി? ഇത്തരം പ്രവൃത്തികൾ തിരുത്താൻ മനസ്സില്ലാത്ത പാർട്ടി സ്വയം പണി ചോദിച്ചു വാങ്ങി. പിണറായിയുടെയും ഗോവിന്ദന്റെയും ഈഗോയുടെ പുറത്ത് മാത്രം KK ശൈലജ എന്ന ജനകീയ നേതാവിനെ ഒറ്റുകൊടുത്തു. അഥവാ പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ടാൽ ശൈലജ പ്രതിപക്ഷ നേതാവാകരുതേ എന്ന് വാശിയുള്ളത് കൊണ്ടാണ് ഉറപ്പായും തോൽക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ പേരാവൂരിലേക്ക് മാറ്റി KPCC പ്രസിഡന്റിനെതിരെ ശൈലജ ടീച്ചറിനെ മത്സരിപ്പിച്ച് തോൽപ്പിച്ചത്. മുമ്പ് വടകരയിലേക്ക് കൊണ്ടുവന്നതും ഇതേ ഉദ്ദേശത്തിലായിരുന്നു. പാർട്ടി നന്നാവരുതേ എന്ന പിടിവാശി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി 2 നേതാക്കളും ചേർന്ന് അവരുടെ ഈഗോയ്ക്ക് വേണ്ടി ഇല്ലാതാക്കുന്നു. എല്ലാ അർത്ഥത്തിലും പാർട്ടിയെ ഒറ്റുകൊടുത്ത ഈ 2 നേതാക്കളും ഇനി ഒരു നിമിഷം പോലും ആ പദവിയിൽ തുടരരുത്. പിണറായിക്ക് ഇനി ഒരു പദവിയും വഹിക്കാൻ അർഹതയില്ല. പാർട്ടിയുടെ കീഴ്വഴക്കം അനുസരിച്ച് പുതിയ നേതൃത്വം വരട്ടെ. പാർട്ടി സെക്രട്ടറി പരാജയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പദവിയൊഴിഞ്ഞ് പുതിയ നേതൃത്വത്തിന് കൊടുക്കട്ടെ എന്ന ശക്തമായ നിലപാട് തുറന്നു പറയുകയായിരുന്നു ഈ 4 ജില്ലാ കമ്മിറ്റികളും. ഇതേ വികാരം തന്നെയാണ് സംസ്ഥാന വ്യാപകമായി പരക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇതിനേക്കാൾ ഭയാനകമായിരിക്കും താഴത്തെ തട്ടിലേക്ക് ഇത്തരം തുറന്ന ചർച്ച പോയാൽ സംഭവിക്കുക. ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളുമൊക്കെ പാർട്ടിയെ തിരുത്താൻ തയ്യാറായി നിൽക്കുന്നു. തിരുത്തണമെങ്കിൽ നേതൃത്വം നന്നാവണം. നേതൃത്വത്തെ മാറ്റിയേ മതിയാവൂ എന്ന വാശി വന്നതോടെ താഴത്തെ തട്ടിലേക്കുള്ള ചർച്ചകൾ ഒഴിവാക്കാനുള്ള ആലോചനയിലാണ് CPM. അല്ലെങ്കിൽ ഈ കൊടുങ്കാറ്റ് വ്യാപകമായി പടരുമെന്നും സംസ്ഥാന നേതൃത്വത്തിന് അധികാരം നഷ്ടപ്പെടുമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും പുനഃസംഘടിപ്പിക്കേണ്ടി വരുമെന്നും അവർ ഭയപ്പെടുന്നു. ആകപ്പാടെ താഴത്തെ തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കുന്നതും അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതും പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി MA ബേബി മാത്രമാണ്. പിണറായിയുടെ നേതൃത്വത്തിൽ പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ ആളാണ് MA ബേബി. പക്ഷെ ബേബിക്ക് ശബ്ദമില്ലായിരുന്നു. ശബ്ദമുയർത്താൻ ആരും ബേബിയെ അനുവദിച്ചില്ല. ഇപ്പോഴെങ്കിലും അതിന് തുടക്കമാവണം എന്ന് തന്നെയാണ് പാർട്ടി പ്രവർത്തകരുടെ പൊതുവികാരം.